ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഫിലോ കിച്ചൻ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി വെർമിസെലി ബൈറ്റ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു മൂന്ന് ചേരുവകളുണ്ട്. നമുക്കൊരു അടിപൊളി സ്വീറ്റ് ഇന്ന് തയ്യാറാക്കിയെടുക്കാം. ഇതൊരു കിഡിലൻ സ്വീറ്റാട്ടോ. നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നല്ല സ്പെഷ്യൽ ഒക്കേഷൻസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരു ഡെസേർട്ട് ഐറ്റമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. കുറഞ്ഞ ചേരുവകളുണ്ട്, കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്വീറ്റാണിത്. അപ്പോൾ അതിന് മുമ്പ്, വീഡിയോയിലോട്ട് പോകുന്നതിൻ്റെ മുമ്പ്, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളിലൊക്കെ കമൻറ്റിലൂടെ എഴുതി അറിയിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വെർമിസെല്ലി ഒക്കെ ഒന്ന് എടുത്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് റോസ്റ്റ് ചെയ്ത വെർമിസെല്ലി തന്നെയാണ്, പക്ഷേ ഞാൻ ഒന്നുകൂടി റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ റോസ്റ്റഡ് വെർമിസെല്ലി ആകുമ്പോൾ നമുക്ക് ഒന്നുകൂടി ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് അളവിൽ മാത്രമേ ചേർക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇത് അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഈ വെർമിസെല്ലിനൊക്കെ വേറൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. പിന്നെ ഇതേ ബൗളിൽ തന്നെ കുറച്ച് ബട്ടർ ഇട്ടിട്ട് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ബട്ടർ തന്നെ എടുക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ സാധാ നെയ്യ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതിലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ബട്ടർ എന്ന് പറയുന്നത് ഞാനൊരു 50 ഗ്രാം, ഞാൻ ഒരു കപ്പ് വെർമിസെല്ലിക്ക് 15 ഗ്രാം ബട്ടർ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ അളവിൽ നിങ്ങൾ ബട്ടറിൻ്റെയും വെർമിസെല്ലിയുടെയൊക്കെ അളവ് കൂട്ടിയും കുറച്ചും എടുക്കാം. 50 ഗ്രാം ബട്ടറിൻ്റെ ഒരു കപ്പ് വെർമിസെല്ലി. പിന്നെ ബട്ടർ അധികമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് നമുക്ക് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ കൂടുതലുള്ളതിനെ നമുക്ക് എടുക്കാം, തിരിച്ചെടുക്കാം. എനിക്ക് ബട്ടർ കുറച്ച് അധികമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് വെർമിസെല്ലി റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബട്ടർ ശേഷമുള്ളത് അവശേഷിക്കുന്ന ബട്ടർ ഞാൻ കുറച്ച് അതൊന്ന് മാറ്റിയെടുത്തിരുന്നു. ഇനി നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വെർമിസെല്ലി ഈ ബട്ടറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു നല്ലൊരു ബ്രൗൺ കളർ ആവണ വരെ ഇത് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നത്. ഈ 3 ഇൻഗ്രീഡിയൻസാണ് നമ്മളിതിലേക്ക് ആകെ ചേർത്തെടുക്കുന്നത്. നിങ്ങൾ എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം നല്ല ടേസ്റ്റാണ്. കുറഞ്ഞ ചേരുവയും കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ റെസിപ്പിയാണിത്. അപ്പോൾ നമ്മൾ ബർത്ത്ഡേ ആയിട്ട് നമ്മളെ വീട്ടിൽ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ, അപ്പോൾ നമ്മൾ ഈ മഫിൻസും ഡോണറ്റ്സൊക്കെ ഉണ്ടാക്കണം, അതേപോലെ നമുക്ക് വെക്കാൻ പറ്റിയ റെസിപ്പി തന്നെയാണ് വെർമിസെല്ലി ബൈറ്റ്സും. നിങ്ങൾ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കിയാൽ പിന്നെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ തോന്നും. അത്ര ടേസ്റ്റി റെസിപ്പി തന്നെയാണിത്. നമ്മുടെ വെർമിസെല്ലി ഒരു ബ്രൗൺ കളർ ആവുന്ന സമയത്താണ് ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 1/2 കപ്പിനടുത്ത് കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെർമിസെല്ലി ഇങ്ങനെ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ ഇതിൽ അധികമുള്ള ബട്ടറൊക്കെ നമുക്ക് മാറ്റാം. എൻ്റെ ബട്ടർ കുറച്ച് അധികമായിരുന്നു. അപ്പോൾ ഞാൻ വെർമിസെല്ലി ബ്രൗൺ കളറായ സമയത്ത് അത് മാറ്റിയെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്കിതിൽ നട്ട്സ് പോലുള്ളതൊക്കെ കടിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ നമ്മുടെ വെർമിസെല്ലി ബട്ടർക്ക് ഇട്ടിട്ട് കുറച്ച് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് പീനട്ടോ കാഷ്യൂനട്ടോ ബദാമോ പിസ്തയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഏതാണെന്ന് വെച്ചാൽ അത് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ വെർമിസെല്ലി മാത്രം വെച്ചിട്ടാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സൊക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഒരു തവണയെങ്കിലും നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാൻ തോന്നുന്നൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മളിത് ഏത് ഷേപ്പിലാണോ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ പിടിക്കുമ്പോൾ അങ്ങനെ നമുക്ക് കിട്ടുന്ന രീതിയിൽ ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു മീഡിയം ലോ ഫ്ലെയിമിൻ്റെ ഇടയിൽ വെക്കണ്ട. ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് വെക്കരുത്, അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം.
എന്നിട്ട് നമുക്ക് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് അമർത്തിയെടുക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഷേപ്പ് ചെയ്യുന്ന വീഡിയോ മിസ്സായിട്ടുണ്ട്. ഇത് കുറച്ച് ചൂടാറി കഴിഞ്ഞാൽ നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഷേപ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഷേപ്പ് ചെയ്യാം. ഞാനൊരു സ്പൂൺ വെച്ചിട്ടാട്ടോ ഇത് ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുന്ന റെസിപ്പി ആയിരിക്കും. ഒരു തവണ ഉണ്ടാക്കി നോക്കി കഴിഞ്ഞാൽ നമുക്ക് സ്വീറ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു കിടിലൻ ചോയ്സ് തന്നെയാണിത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ എഴുതി അറിയിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.